Hey, hello everyone, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റോട്ടിലാണുള്ളത് കേട്ടോ. ഞാൻ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ ഇന്ന് ലൈവ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മേമിയും ആപ്പയും കൂടി വന്നിട്ട് പറഞ്ഞത് നമുക്ക് അഴിമുഖം ബീച്ച് പോവാം വായോ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചോണ്ട് ഞാൻ പോകാൻ ബാഗൊക്കെ ഇട്ട് സെറ്റായി വീട്ടിൽ വന്നിരിക്കുന്നത്. ചാർജും ഉണ്ടായിരുന്നില്ല, കുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഫോൺ. ഞാൻ പോവല്ലേ ഇനി വീട്ടിൽ എന്ന് വിചാരിച്ച് പെട്ടെന്ന് വെച്ച് കുത്തി വെച്ച് ഒരു 40% ആക്കിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങണത്. എത്ര വരെ എനിക്ക് ചാർജ് കിട്ടുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മേമിയുടെ ഭർത്താവാണ്. ഗസ്റ്റ് ഭർത്താവ് കൊല്ലംകാരനാണ്. കൊല്ലത്താണ് വീട് കേട്ടോ. ഹായ് പറയാപ്പാ, നിന്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇന്നിപ്പോൾ ഭയങ്കര ആക്കലാക്കിയത്. ഏയ് ഇതാണ് നമ്മളെ കുട്ടി മാമി ചെയ്യാനോ. ഇതാണ് നമ്മളെ കുട്ടി ചെയ്യാനോ. ഇതും ചെയ്യാനോ രണ്ടും ചെയ്യാനോ ആണല്ലേ. ഇത് ചെയ്യാൻ മാലിക്ക്, അത് വെറും ചെയ്യാനോ. പിന്നെ മേമിൻ്റെ അമ്മയുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയാണ് പോണത് കഴിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുട്ടി ഈവനിങ് വ്ളോഗ് ആക്കാൻ. ഇത് കുഞ്ഞിപ്പാണ് കഴിച്ച്. കുഞ്ഞിപ്പ അഴിമോത്തിക്കനെയാണ്, പക്ഷെ ഞങ്ങളെ കൂടെ ബീച്ചിക്കല്ലാന്നുള്ളൂ. എവിടുക്കാ കുഞ്ഞിപ്പാ? മീൻ പണിക്കാരനാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് മീൻ പണിക്കാ പോണത്. നമുക്കും ജീവിക്കണ്ടല്ലേ? എന്റെ മീൻ പണിക്ക് നമുക്കും ജീവിക്കണ്ടല്ലേ? ഇവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പൈസ ഇട്ടിട്ടുണ്ട്, നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളെ അഴിമുഖം ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ ബസ്സിനായിട്ടാണ് വന്നത്. ബസ് കുറേ നേരം കാത്തുനിന്ന് നമുക്ക് ബസ് കിട്ടിയില്ല. ലാസ്റ്റ് കുറേ കഴിഞ്ഞ് ബസ്സൊക്കെ വന്ന് നമ്മൾ ബസ്സിൽ കയറി. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ കുഞ്ഞിപ്പ ഇവിടെ പണിക്ക് വന്നതാണ്. പക്ഷേ അപ്പോൾ കുഞ്ഞിപ്പ ഞങ്ങളെ പൈസ ഇല്ലാണ്ട് ടിക്കറ്റ് ഇല്ലാണ്ട് കയറ്റി തന്നു. ഏയ് മോനിപ്പ നോക്കിയാൽ ഇതൊക്കെ എന്തിനാണ് കുഞ്ഞിപ്പ ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കണേ? പിന്നെ അവിടെ പാർക്കും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. പിന്നെ ആൾക്കാരില്ലല്ലേ, തീരെ ആൾക്കാരില്ല കേട്ടോ. അപ്പോൾ ആൾക്കാർ പറ്റേ കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. നിങ്ങൾ പോവാൻ ടാറ്റ. അപ്പോൾ കുഞ്ഞിപ്പ പണിക്കോയി. നമ്മളിതാ കടപ്പുറത്തൊക്കെ പോവാണ് കടലിൽ കാണാത്തവരാണ് ഞങ്ങൾ. തിരടിച്ച് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണോ വെക്കുക? അത് അവിടെ വരുന്നീമ. അപ്പോൾ ആൾക്കാർ ഇവിടെ ഈ കട്ടി കല്ല് കൊടുത്ത് വെച്ച കാരണം ആൾക്കാരുണ്ടാ കല്ലാണോ ഒന്നും മനസ്സിലാവണില്ല. പ്രത്യേകിച്ച് അഴിമുഖം ബീച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ലടാ. ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് തീരെ ആൾക്കാരില്ല, പറ്റേ ആൾക്കാർ കുറവാണ് കേട്ടോ. പക്ഷെ വ്യൂ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. കറക്റ്റ് ടൈമിങ്ങിന് നമ്മൾ വന്നത്. തൊട്ടും ആൾക്കാരില്ല, അവിടെ നിന്ന് ഒട്ടും ആൾക്കാരില്ല. ഈ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് എന്തുകൊണ്ടെന്നൊക്കെയോ ഇവിടെ ആൾക്കാർ പറ്റേ കുറവാണ്. ഇങ്ങനല്ല പൊതുവേ ഇവിടുത്തെ ബീച്ച് ഇങ്ങനല്ല. നിറച്ച് ജനങ്ങളെ കൊണ്ട് നിൽക്കാനോ ഒന്നിനും പറ്റാറില്ല. അങ്ങനത്തത് ഈ കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ ഇവിടെ. പിന്നെ ഒരുപാട് കല്ലും കൂട്ടങ്ങളാണ്. ഇപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ കടലിൽ ഭയങ്കര കളിയിലൊക്കെയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ നോക്കിയാ എന്താ രസം, ബ്യൂട്ടിഫുൾ. കുളിച്ച് ഗൈസ്, തല നനച്ച് കുളിച്ച് ഗൈസ്. ഞാൻ വീഡിയോ എടുക്കുന്ന മുന്നേ ചാടി തല എന്തിനാ നനച്ചേ? തല തുടച്ചാളി ഗൈസ്. വ്യൂ നോക്കിയ അടിപൊളി വ്യൂ ആണ് കേട്ടാ. ബോട്ട് പോകുന്നുണ്ട്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. വാ പറഞ്ഞ അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഒന്ന് പിടിക്കോ മാമിയ.
വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് മക്കളെ. നിങ്ങൾക്ക് ക്യാമറയിൽ അത് ശരിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഞങ്ങൾ കാണുന്നത് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളിങ്ങനെ വീഡിയോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക തംബ്ലൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളെ ദാടി റോക്കറ്റ് പോകണം അവിടെ റോക്കറ്റ് പോയിട്ട് കഴിച്ച് എന്താ ഭംഗിന്നറിയോ കാണാൻ. ഫ്രണ്ട് ക്യാമറയിലാവുമ്പോൾ ഇച്ചിരി കൂടി ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതെ റോക്കറ്റ് പോകുന്നു, എന്താ ഭംഗി, എന്താ അങ്ങോട്ട് നോക്കി ഞങ്ങളെ സൂര്യന് കടലിപ്പോൾ കൊണ്ടുപോകും ഗൈസ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു റോക്കറ്റും കൂടി വരുന്നത്. വാവ് ബ്യൂട്ടിഫുൾ, എന്താ ഭംഗി കാണാനെന്ന് നോക്കിയാ ഞങ്ങളെ, എന്താ രസം. ശരിക്കും ഇതിനേക്കാ ഭംഗിയുണ്ട് കേട്ടോ സൂര്യനെ ഇപ്പോൾ നേരിട്ട് കാണാൻ. വീഡിയോയിൽ അത്ര ലുക്കിലാണ്ട് കിട്ടുന്നില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളെ സൂര്യനെ ഇതേ കടല് തിന്നുന്നു ഗൈസ്, തിന്നുന്നു. കാണുന്നുണ്ടോ ഗൈസ് നിങ്ങളിത്? പകുതി സൂര്യനെ എന്തോ ഭംഗിയെന്ന് വെച്ചാൽ എന്തോ ഭംഗിയാണോ കാണാൻ. നല്ല ചുവപ്പെന്ന് വെച്ചാൽ കട്ട ചുവപ്പല്ല ഒരു തരം എന്തോ ഒരു കളർ, നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ് കാണാൻ. എന്നോട് എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം എനിക്കറിയില്ല. വീഡിയോ കാണുന്ന കളറേ അല്ല ഗൈസ്, ഒരുപാട് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് കാണാൻ. എന്ത് ലുക്കാണടാ നോക്കിയാൽ. അതിനേക്കാൾ തിരക്കൊക്കെ ഭയങ്കര പവർ എന്ന് വെച്ചാൽ ഭയങ്കര പവർ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ സൂര്യൻ മാമൻ പോവുകയാണ് ഗൈസ്, പോയി ഞാൻ വിചാരിച്ചിരുന്നു ലൈവ് ഇടാനുള്ള ചാർജൊന്നും എൻ്റെ ഫോണിലല്ല ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇന്നത്തെ വരവ് വന്നത്, അപ്പോൾ ചാർജ് ആക്കാൻ പറ്റില്ല. അതേ സൂര്യൻ മാമൻ അങ്ങനെ പോയി ഇനി ഒരു ഇച്ചിരിയും കൂടെ ഉള്ളൂ കേട്ടോ. അവിടെ പോയി നോക്കാനൊക്കെ തോന്നുന്നുണ്ട് സൂര്യമാമ എവിടേക്കായിട്ടാവുന്നതെന്നൊക്കെ പോയി നോക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ ഒരു ഇച്ചിരി ഉള്ളൂ. ഇനി ഇച്ചിരി ഇങ്ങനെ പോയി ഗായ്സ്, നമ്മളെ സൂര്യമാമൻ പോയി. സൂര്യമാമനെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർ അറിയിക്കുക. അങ്ങനെ പോയി ഗൈസ്. അപ്പോൾ മേമി പേരൊക്കെ എഴുതി അവർ നല്ല പോസൊക്കെ ഇട്ട് ഇനി കടൽ വന്ന് മായ്ച്ചിരുന്നെങ്കിൽ ഒരു വീഡിയോ കൂടി എടുക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നിർത്താൻ കേട്ടാ. ഇതുവരെ തിരമാല ഇങ്ങോട്ടൊക്കെ വന്നിരുന്നു, ഇപ്പം തിരമാല വരുന്നില്ല ഗൈസ്, വരുന്നില്ല. നമ്മളെ കൂടെ വന്ന എളിമ ദേണ്ട ഗൈസ് അവിടെ സുഖവിശ്രമം കൊള്ളുന്നു. നമ്മളെവിടെയാണടാ കുട്ടിമാണി, നമ്മൾ കടൽ കാണാൻ വന്നേക്കുന്നുടെ കുട്ടിമാണി. മോനെ അന്നാ ഫസ്റ്റില് പെരുന്നാക്കണ്ടതാ കടയില്, അപ്പൊ ബോധമില്ലാത്ത ടൈമാണ്, ഇത്ര അന്തല്ല. അപ്പൊ ഇച്ചിരി അന്തം വെച്ചിട്ട് കൊറേ കാലമായി ഞാൻ പൂതി വിചാരിക്കുന്നു പോലെ കൊണ്ട് വരണം എന്നുള്ളത് ഗൈസ്. അപ്പൊ അവൻ അടിയിൽ വെള്ളം കണ്ടിട്ട് അവൻ അടിയിൽ വെള്ളം കണ്ടിട്ട് അടിയിക്കാ കൈയിടുന്നത്. എന്റെ വിരല് കൊച്ചു പിടിച്ചാൽ റെഡി ആയിട്ട് അവരെവിടെ സേവ് ദി ഡേറ്റിന്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. അവിടെ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല തിരമാല ഉണ്ടല്ലോ മേമിയെ, നല്ല തിരമാല ഉണ്ട്. നല്ല അയ്യോടാ ഗൈസ്, നിങ്ങൾ ഇത് കാണുന്നുണ്ട് ഗൈസ്, ഞങ്ങൾ അടിമുടി നനഞ്ഞിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രസ്സൊന്നും എടുക്കാണ്ട് വന്നിട്ട് ഇങ്ങനെ നനയുന്നിട്ടാ. നോക്കിയാൽ എൻ്റെ ഷോള് വരേനും ഇവിടെ വരേനും നനഞ്ഞിക്കണേ. ഇങ്ങനെ ഞാൻ നനയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല തിരമാല എന്ന് വെച്ചാൽ നല്ല വലിയ തിരമാലയാണ് ഈ വരുന്നത്. നിങ്ങൾക്ക് എത്ര കണ്ടത് മനസ്സിലാവണുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ വലിയ തിരമാലയാണ് കേട്ടോ ഇപ്പോൾ വന്നത്. മോനൂസ് ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അവിടെ ആൾക്കാർ പോയി മാറ്റിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങോട്ട് നടന്നാണ്ട് ഞാൻ അങ്ങോട്ട് നടക്കുന്നത്. പോവാ എന്റെ മോനൂസ് വരുന്നില്ല. അപ്പൊ മോനുവാ മേമിയ പോവാ. ആർ യു റെഡി ടു ഗോ ടു ഹോം? പോവാൻ തോന്നുന്നില്ലേ താങ്കൾക്ക്? ഗൈസ് ഇപ്പോഴുള്ള വ്യൂസ് അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ബീച്ചിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പോവാണ് ഗൈസ്, പോവാണ്.
വിട്ടോളെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല. നമുക്ക് നേരെ വൈകും, നമുക്ക് ബസ് കിട്ടൂല. അത് കാരണം പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ട് നമ്മൾ മാക്സിമം കടലിൽ കളിച്ചിട്ടാ. വാ മോനു അങ്ങോട്ട് നോക്കി നിൽക്കാൻ കേട്ടാ. നോക്കിയാ നല്ല ഭംഗിയില്ലേ. ഇതിനേക്കാളും ഡാർക്കാണ് കേട്ടോ വ്യൂ. പക്ഷേ ക്യാമറയിൽ ലൈറ്റൊക്കെ കാരണം നല്ല ലൈറ്റ് വെളിച്ചം തോന്നുന്നുണ്ട്. പക്ഷെ ഇതിനെക്കാട്ടി ഡാർക്കായിട്ടാണ് വ്യൂ വരുന്നത്. ഇവിടെ ഇങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബസ് കിട്ടാത്തതിൻ്റെ പേരിൽ മക്കൾ ചീറുന്ന സൗണ്ടൊക്കെ നമ്മൾ വഞ്ചി പറയില്ലേ, ആ വഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ദേ ഗൈസ് പടക്കം പൊട്ടുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കർമ്മ റോഡായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഈ ചെടി. അരളിച്ചെടി എന്ന് പറയും. പോവാ മോന് അവിടെ ആ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ബസ് കയറാൻ പോവാണ് കേട്ടാ. ബസ് എത്ര മണി വരെ മേമിയാ? 7 മണി വരെയാണ്. ഇപ്പോഴത്തെ കാറിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് വന്നിട്ട് ഇവിടെ ക്ലോസിങ് എപ്പോഴാണ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നമുക്ക് 7 മണി വരെ തോന്നുന്ന ബസ്സുള്ളത്. നമുക്ക് പോകാം എന്തായാലും കേട്ടോ. ബസ്സിനെ നമ്മൾ മാറ്റിച്ച് സുന്ദരനാക്കിയിട്ടാ. ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ബാഗിൽ. അത് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് കരുതിയതല്ല. ഞാൻ വീട്ടിലേക്ക് ഉമ്മാൻ്റെ അടുക്ക് വരുമ്പോൾ കയ്യിൽ കരുതിയതായിരുന്നു. അപ്പം അത് ഉപകാരപ്പെട്ടു ഗൈസ്. അപ്പം എൻ്റെ ഫോണിലത്തെ ചാർജ് ഏകദേശം കഴിഞ്ഞ 5%. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു ഈവനിങ് ഔട്ടിങ് എന്ന് പറയുന്നത്. ഒരു ഈവനിങ് കൊച്ചു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.